അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇരു വീട്ടിലും വിജയിപ്പിക്കുമാറാവട്ടെ. ഇരു വീട്ടിലെയും ഷർറുകളിൽ നിന്നും ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ഭക്ഷണം തരുന്ന, വസ്ത്രം തരുന്ന, നമുക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്ന എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ഇസ്തിഖാമത്തിന്റെ ഭാഗത്ത് 5 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ അവനാണ് ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതൻ. അഫ്ദലുന്നാസി മൻ ഫീഹി ഖംസു ഖിസാൽ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടരായ ആളുകൾ, ആ സമുദായത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ്. ഈ 5 കാര്യങ്ങൾ ഒരാളിലുണ്ടോ അവനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അവൻ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് ദുനിയാവിലും ആഖിറത്തിലും എന്ന് നമ്മളിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാ, റബ്ബേ ഖബൂലാക്കണം തമ്പുരാനെ, കിബിർ തരല്ല തമ്പുരാനെ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒന്നാമത്തെ എന്താ? അയ്യക്കൂന മുഖീമൻ അലാ ഇബാദത്തി റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ ഇബാദത്തിൻ്റെ മേൽ നിലനിൽക്കുക. ഏത് സമയത്തും ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ഇങ്ങനെ നിസ്കരിക്കുക. നിസ്കാരം മാത്രമല്ലല്ലോ ഇബാദത്ത്, നോമ്പ് മാത്രമല്ലല്ലോ ഇബാദത്ത്, ഹജ്ജ് മാത്രമല്ലല്ലോ ഇബാദത്ത്, അല്ലെങ്കിൽ സക്കാത്ത് മാത്രമല്ലല്ലോ ഇബാദത്ത്. മനസ്സിലായ? നാം ചെയ്യുന്ന എല്ലാ ഹലാലായ കാര്യങ്ങളും ഇബാദത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലാഹുവേ എനിക്കും എൻ്റെ കുടുംബത്തിനും നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണം, അതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അവൻ കഴിക്കുന്ന ഭക്ഷണം അത് തീരുന്നത് വരേക്കും അവൻ ഇബാദത്ത് ചെയ്യുന്നവനാണ്. കാരണം അവൻ്റെ ലക്ഷ്യം എന്താ? പ്രധാനപ്പെട്ട ഇബാദത്തിന് സഹായിക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ അതിന് സഹായിക്കുന്ന കാര്യങ്ങളും ഇബാദത്താണ്. ആ ഭക്ഷണത്തിന് വേണ്ടി അവൻ പണിയെടുക്കാൻ പോവേണ്ടി വരും, കച്ചവടം ചെയ്യാൻ പോവേണ്ടി വരും, കൃഷി ചെയ്യാൻ പോവേണ്ടി വരും. അതെല്ലാം അല്ലാഹുവേ എൻ്റെ മക്കൾക്ക്, എനിക്ക്, എൻ്റെ ഭാര്യ സന്താനങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ഇബാദത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ഇതാ ജോലി ചെയ്യാൻ പോകുന്നു. അവൻ ചെയ്യുന്ന നേരം വെളുത്ത് വൈകുന്നേരം ആവുന്നവരെ ഭൗതികമായി, പ്രത്യക്ഷത്തിൽ ഭൗതികമായ കാര്യത്തിലാണ് ഏർപ്പെടുന്നത് എങ്കിലും അവൻ്റെ ഉള്ളിലെ നിയ്യത്ത് എന്തായിരിക്കണം? അല്ലാഹുവേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾക്ക് ആരോഗ്യം ലഭിക്കാൻ വേണ്ടി, ആരോഗ്യം ലഭിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ, അതിന് ഞാൻ ജോലി ചെയ്യുന്നു തമ്പുരാനെ. തോട്ടം കുത്തുകയാണെങ്കിൽ ഓരോ കൊത്തും ഓരോ തസ്ബീഹിൻ്റെയും ഓരോ തഹ്ലീലിൻ്റെയും പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുക. കച്ചവടക്കാരനാണെങ്കിൽ കള്ളത്തരമില്ലാത്ത, കളവ് പറയാത്ത കച്ചവടക്കാരൻ, അതിൻ്റെ വില പറയലും അതിന് വാങ്ങലും കാശ് അതൊക്കെ ഇബാദത്തായിട്ട് മാറുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതല്ലാതെ വെറും ഒരു നിസ്കാരം 24 മണിക്കൂർ നിസ്കരിച്ചുകൊണ്ടേ നിൽക്കുക, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക, ഒരു പണിക്കും പോവാതെ അങ്ങനെ റൂമിൽ തസ്ബീഹ് മാല വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. അവൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും നെയ്യത്ത് നന്നാക്കിക്കൊള്ളുക, അതെല്ലാം ഇബാദത്താവുന്നു. അപ്പോൾ ഇബാദത്തിന് മേൽ കിടന്നുറങ്ങുക, ക്ഷീണം വരുമ്പോൾ കിടന്നുറങ്ങും. അല്ലാഹുവേ ശാരീരികമായ ക്ഷീണം, ഒന്ന് ആരോഗ്യം കിട്ടാൻ വേണ്ടി എനിക്ക് ഇബാദത്ത് ചെയ്യണം തമ്പുരാനെ, വൈപ്പെടണം തമ്പുരാനെ, അതിന് ഞാൻ ഇന്ന് കിടന്നുറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിടന്നുറങ്ങുന്ന പ്രതിഫലം, അത് ആ ഉറക്കം അവനിക്ക് പ്രതിഫലമാണ്. ബാത്റൂമിൽ പോകുന്നു, അത് അവനിക്ക് അവൻ്റെ ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടി, അതിൻ്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു ഇന്നീ അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി, അല്ലാഹു എന്നെ തൊട്ട് ബുദ്ധിമുട്ടിനെ നീ നീക്കുകയും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത റബ്ബേ നിനക്ക്. ഇതൊക്കെ ചൊല്ലി ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലാഹു തആല അവനിക്ക് ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നു. അതെല്ലാം ഇബാദത്തായി മാറുന്നു. അതാണ് ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് നന്നാക്കൽ കൊണ്ട് സകല കർമ്മങ്ങളെയും ഇബാദത്താക്കുക. അങ്ങനെയുള്ള ഇബാദത്തിൻ്റെ മേൽ അവൻ നിലനിൽക്കുക. രണ്ടാമത്തെ എന്താ? യകൂന മുഖ്ലിസൻ ലാഹിറൻ വ ബാത്തിന, ലാഹിറിലും ബാത്തിലും അള്ളാഹുവിനെ, അവൻ ചെയ്യുന്ന ഇബാദത്തുകളും കർമ്മങ്ങളെല്ലാം അള്ളാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുക. വേറെ ഒരാളെയും ലക്ഷ്യമാക്കണ്ട, ഒരാളുടെ ഒരു പ്രശംസയും അവൻ ആഗ്രഹിക്കണ്ട. മൂന്നാമത്തെ എന്താ? യകൂനന്നാസു മിൻ ശദ്ദിഹി ആമിനീൻ, ഇത് വളരെ ശ്രദ്ധിക്കുക. ജനങ്ങൾ അവൻ്റെ ഷെറിനെ തൊട്ട് നിർഭയരാണ്. അത് നല്ലൊരു, അയാളെ കൊണ്ട് ഒരാൾക്കും ഇവിടെ ഒരു ശല്യമില്ലാത്തൊരു മനുഷ്യൻ, അത് അയാളെ പാടോ ആലോചിച്ചിട്ട് ഇദ്ദേഹം നടക്കുന്നു എന്നല്ലാതെ അയാളെ കൊണ്ട് യാതൊരു വിഷമവും ഒരു മനുഷ്യനിക്കുമില്ല എന്ന് പറയുന്ന ഒരാളായിരിക്കണം. മനസ്സിലായ? ജനങ്ങൾക്ക് ഖൈർ മാത്രം ഉദ്ദേശിക്കുന്ന ഒരാൾ, ജനങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ഖൈർ മാത്രം ചെയ്യുന്ന ഒരാൾ. ഇനി ഖൈർ ചെയ്യുന്നില്ലേ, ഉപദ്രവിക്കുകയില്ല. ചില ആളുകളൊക്കെ കല്യാണം അന്വേഷിച്ചുകൊണ്ട് അയാളെ വീട്ടിലേക്കാണ് പോയത്,
എന്നാൽ പിന്നെ ഞാൻ കല്യാണം പ്രതീക്ഷിക്കേണ്ടത്. ഒരു കാര്യം ഇവിടെ അവരെ വെറുതെ അത് ആരാ ഇയാളെ മോളെ അത് ശരിയാണ് അല്ല ഇല്ല ഞാനിപ്പോൾ ഒന്നും പറഞ്ഞോളൂ, നിങ്ങൾ അപ്പുറത്ത് അന്വേഷിച്ചോളൂ. ഞാനിപ്പോൾ അത് എന്താണ് ഞാനിപ്പോൾ അത് മുടക്കി എന്നുള്ളത് ഒന്നും പറയാൻ നിൽക്കണില്ല, ഞാൻ ഒന്നും പറയണില്ല. അപ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് റസൂലാ സത്യം ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം എനിക്ക്. പക്ഷേ ആ ഒരൊറ്റ വാക്ക് മതി, മറ്റൊരാളോട് ചോദിക്കാനൊന്നും നിൽക്കില്ല, നേരെ ഒരു വിടും വണ്ടി വരും, നേരെ ഓരോ വീട്ടിൽ അത് നമുക്ക് പിന്നെ അന്വേഷിക്കാമെന്ന് പറയും. ഇങ്ങനെ കുറേ ആളുകളുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ദീനിയായ ഒരു മനുഷ്യൻ നല്ലൊരു കുടുംബം ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെക്കുറിച്ച് ഒരാണിനെക്കുറിച്ച് ഇവിടെ വന്നു അന്വേഷിച്ചു. ഈ ആണിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പെണ്ണിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുടുംബത്തിനെക്കുറിച്ച് ഇവനിക്കറിയാം, അവർ അത്ര കണ്ട് അങ്ങനെ പോരാ, അവർ നിസ്കാരം നിലവാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്, ദീനിയായ കുടുംബമല്ല, മാത്രവുമല്ല മദ്യപാനിയുമാണ്, മാത്രവുമല്ല വ്യഭിചാര ആരോപണം അവരെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, മാത്രവുമല്ല ദീനിയായ നടപടിയിലല്ല, പലിശക്കാരാണ്, മദ്യപാനികളാണ്. അപ്പോൾ പിന്നെ ആൾക്കാർ പറഞ്ഞ നിനക്ക് അത് ഇപ്പല്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അത് ശരിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നേരിട്ട് പറയാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല ദീനിയായ കുടുംബങ്ങൾക്ക് അങ്ങനെയുള്ള കുടുംബത്തിനെ അടുപ്പിച്ച് കൊടുക്കൽ ഹറാമാണ്, തെറ്റാണ്, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അപ്പോൾ നമ്മോട് അള്ളാഹുവിൻ്റെ ഒരു സ്വാലിയായ ഒരു മനുഷ്യനാണെന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് വന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ആ സത്യമായ കാര്യം പറഞ്ഞു കൊടുക്കൽ നിർബന്ധമായിട്ട് വരും. അവിടെ അത് അഈബത്ത് എന്നുള്ള വിഷയം തന്നെ അവിടെ വരുന്നില്ല എന്നാണ് മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നത്. നാലാമത്തെ കയ്യായിട്ട് കൊണ്ട് ഇടക്കാക്കുക, തെണ്ടണ്ട, ജനങ്ങളെ കയ്യിൽ ഇഴുത്തൊട്ട് എന്താകും, ആശമുറിയ. അവനിക്ക് ഞാൻ റബ്ബേ ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് അൽഹംദുലില്ലാ, അതല്ലാതെ ജനങ്ങൾ കുറേ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ എന്താക്കണേ അവൻ്റെ അങ്ങനെ ഒരു മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുക. അഞ്ചാമത്തെ യകൂന മുസ്തഇദ്ദൻ ലിൽ മൗത്ത്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക. മരണത്തിന് വേണ്ടി ഏത് സമയത്തും റബ്ബേ ഓരോന്നിലും ഓരോ മയ്യത്തിനും പങ്കെടുക്കുമ്പോഴും അവൻ തയ്യാറാകുക. അവൻ്റെ മനസ്സിൽ കരുതുക, നാളെ ഈ സമയം എനിക്ക് എന്നെയായിരിക്കും ഈ കബറിൽ ഇറക്കുന്നത്. അള്ളാഹു തആലക്ക് നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഈ ഇസ്തിഅദാദുൽ മൗത്ത്? വഅമ്മാ ഇസ്തിഅദാദുൽ മൗത്തി വഫായിദത്തുഹു ഫമാ റുവിയ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ ഫായിദ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ ദിക്റാസിമിൽ ലസ്സാത്ത്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തിനെ നിങ്ങൾ അധികമായി ഓർക്കുവീൻ, അധികമായി ഓർക്കുവീൻ. നമ്മൾ വലിയ ബിൽഡിങ്ങും വലിയ കൊട്ടാരും 2-3 കോടിയുടെ വൻ ഭവനം അതാ പണിന്നതിൻ്റെ വീട് താമസം, സുബ്ഹാനല്ലാഹ്, എല്ലാവരും വളരെയധികം ആനന്ദത്തോടുകൂടിയും ആവശ്യത്തോടുകൂടിയും ആ വീട് താമസത്തിന് വേണ്ടി എല്ലാവരും സുബഹി നിസ്കാരത്തിന് ഉസ്താദുണ്ട്, മുമ്പിൽ വലിയ വിശാലമായ മുറ്റം, അതിലിതാ ഓരോരുത്തരും വലിയ വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു വരുന്നവർക്ക് ഭക്ഷ്യങ്ങൾ കഴിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, വാപ്പ ഒരാഴ്ചയായി വന്നു, ഇതെല്ലാം ഗൾഫിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പണികളും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ 2-3 എഞ്ചിനീയറിനെ വെച്ച് എല്ലാ ഒരു ന്യൂനതയും ഇല്ലാത്ത നല്ല ഗംഭീര ഭവനം താമസിക്കുന്ന അന്ന് ദിവസം രാവിലെ സുബ്ഹാനല്ലാഹ് ഈ മഹാനായ മനുഷ്യൻ ആ വീടിൻ്റെ ഉടമസ്ഥൻ വീട്ടിലേക്ക് കടന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി, ഒന്ന് കക്കൂസിലിരിക്കാൻ വേണ്ടി കക്കൂസിലേക്ക് അങ്ങോട്ട് കയറുന്നു. ഉസ്താദുമാർ കാത്തു നിൽക്കുന്നു, ബാപ്പ വരട്ടെ, നമുക്കൊരു യാസീൻ ഓതിയിട്ട് ബദരീങ്ങളെ മേലൊരു മൗലൂദ് ഓതിയിട്ട് പാല് കാച്ചണം. അൽഹംദുലില്ലാഹ്, എല്ലാ മുഹൂർത്തങ്ങളും ഒത്തണങ്ങിയ ഒരു സമയം. അൽഹംദുലില്ലാഹ്, ബാപ്പ അങ്ങോട്ട് വരണ്ടേ ഉള്ളൂ, ബാത്റൂമിൽ പോയി ഒന്നുണ്ടാക്കി വരാൻ വേണ്ടി നിൽക്കി, ഞാൻ വരാൻ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ബാപ്പയെ കാണുന്നില്ല, കുറേ സമയമായി ബാപ്പാനെ കാണുന്നില്ല. ഒരുപാട് സമയം കാത്തുന്നു, ബാപ്പാൻ്റെ ആ ഒരു ബാത്റൂം മുട്ടി നോക്കി, ബാപ്പ കനക്കമില്ല, അവിടെ നിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ബേജാറായി. ആ കതക് വല്ലേ ഒന്ന് പൊളിച്ചു നോക്കിയപ്പോൾ അതാ കവിന്നടിച്ച് കിടന്നിരിക്കുന്നു ബാപ്പ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2.25 കോടിയുടെ ഒരു ഭവനമാണ്, ഒരു 1/2 ഏക്കർ സ്ഥലത്ത് വലിയ ഒരു വീടാണ്. ആ വീടിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാവിധ, ഒരാഴ്ച കഴിഞ്ഞാൽ മകളുടെ കല്യാണമാണ്. സുബ്ഹാനല്ലാഹ്, ആ ബാപ്പ ആ വീട് താമസത്തിൻ്റെ അന്ന് തന്നെ തിരഞ്ഞെടുത്തു. മോനെ, എനിക്ക് ഈ വീടല്ല, എനിക്കിതിനേക്കാളും നല്ലൊരു വീടുണ്ട് പണ്ടിപ്പറമ്പിൽ, അവിടെ പോകാൻ നമുക്ക്. അള്ളാഹു തആല അവനെ ആ ഒരു ഈ കൊട്ടാരത്തിൽ നിന്ന്, ആ ഈ മത്തയിൽ നിന്ന് ആ ഒരു മൺകൂരയിലേക്ക് അള്ളാഹു തആല ക്ഷണിക്കുന്നു. അവനതാ അള്ളാഹ്ക്ക് വിളിക്കുത്തരം ചെയ്യുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആളുകളെല്ലാം വിവരമറിഞ്ഞു വന്നു.
സൽക്കാരത്തിന് വേണ്ടിയും വീട് താമസത്തിന് വേണ്ടിയും ആഹ്ലാദിക്കാൻ വേണ്ടിയും വന്നവർ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി യാദൃശ്ചികമായി അവിടെ എത്തിപ്പെടുന്നു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മരണം. ഏത് സമയവും നമ്മൾ ഓർക്കാം. എത്ര വലിയ ആഘോഷത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും നിൽക്കുമ്പോഴും ഒരു സെക്കൻഡ്, ഒരു നൂലിൻ്റെ അഴിമതി എൻ്റെ ജീവൻ കഴിയാൻ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. എൻ്റെ നാസ്വിയത്ത്, എൻ്റെ കുടുംബം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഏത് സെക്കൻഡിലും അള്ളാഹു തആലാക്ക് എന്നെ കൈകാര്യം ചെയ്യാമെന്ന ബോധം ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിനും വേണം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.